ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കാല് മുറുക്കി കെട്ടണമെന്ന്. അതെങ്ങനെ കുരുത്തക്കല്ലേ കാണിക്കുള്ളൂ? നിങ്ങള് സക്കിലാന്റെ കാര്യം മൂപ്പരോട് പറഞ്ഞ? ഓൻ സമ്മതിക്കുന്ന മൂപ്പർക്ക് 12-ാം വയസ്സില് കടപ്പുറത്തൊന്ന് കയ്യും പിടിച്ചുകൊണ്ടൊന്ന് ഇത്രയും കാലം തിന്നാൻ കൊടുത്ത് പോറ്റിയില്ലേ? ആ നന്ദി ഓനുണ്ടെങ്കില് ആചാര് പറഞ്ഞ ഓൻ കേൾക്കൂലേ? നിങ്ങളൊരു പേടി തരിക്കോർത്ത് ബേജാറാവണ്ടാന്ന്. ഒക്കെ ശരിയായിക്കോളും. ആ നേരെ തന്നെ പറ്റിയൊരു കേസുണ്ടേന്. എന്നിട്ടെന്തേ? മുയലളിയ പോലെ നായി പോയില്ലേ? അതൊക്കെ വേറെ ആൺകുട്ടികൾ കബൂലാക്കി. ഓരിങ്ങക്ക് എന്ത് തരും? അതൊരു ചെതല്ലാത്ത ചോദ്യമായിപ്പോയി. മനസ്സും കേട്ടാ കുട്ടിമൂത്ത കമ്മീഷന്റെ ആളാണെന്നല്ലേ ഇപ്പൊ അതിന്റെ ധ്വനി. നായ്ക്കെട്ട് പണിയില്ല, നിൽക്കാനിട്ട് നേരമില്ലെന്നാണ് എനിക്ക് നിന്റെ ഹാല്. അറിയാലോ, നാട്ടുകാർക്കും വേണ്ടി മണ്ടിപ്പാഞ്ഞെടുക്കുന്ന മനുഷ്യനാണ് ഞാൻ. അപ്പൊ സന്തോഷം കൊണ്ട് പോലെ എന്തെങ്കിലും തരും, വാങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും സതുദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ പ്രതിഫലമായ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വേണ്ടാന്ന് ഞാൻ പറയില്ല. ആട്ടെ, അപ്പറഞ്ഞ കല്യാണം നടന്ന മെമ്പർക്ക് സന്തോഷമായി എന്ത് കിട്ടുന്ന ഞാൻ ചോദിച്ചേ? ഒരു 10 ഉറുപ്പ്യ വരും. 10,000? പിന്നെ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. ഒരുവിധം പറ്റുമെങ്കിലേ ഇളക്കി പറിച്ച് ഇങ്ങോട്ട് വരീന്ന്. 20,000 ഞാൻ തരാം നിങ്ങക്ക്. അതിപ്പോ നിങ്ങളൊരു സന്തോഷം കൊണ്ട് തരികയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ വല്ലാണ്ട് നിർബന്ധിച്ചാൽ വേണ്ട, ശരിയല്ല. അത് മര്യാദ കേടാ. അത് മാത്രം കുട്ടിമൂസ ചെയ്യില്ല. അത് പോട്ടാന്, ഞമ്മക്ക് വേറെ നോക്കാം. ഇന്ന് നസീമ പൊറുക്കണേനേക്കാളും വലിയ തറവാട്ട് കൊണ്ട ഒരു സ്റ്റെക്കിയിലാണ് ഞാൻ കയറ്റും. ഇത് കുട്ടിമൂസാണ് പറയുന്നത്. ദൈവം നടക്കുന്നേ കുമ്മുൽ കൂറാവില്ലണയും മൂടിനം എന്തേ? ഒരു പപ്പടം. എനക്കിപ്പോ എന്താ വേണ്ടേ? അബ്ദോ, നിനക്ക് പോവാല്ലേ? കല്യാണി വേഗം അങ്ങോട്ട് അഞ്ഞൂട്. ആ ആകെ അലമ്പാക്കി. എവിടെ നോക്കിയിട്ടാണ് സുവറെ കണ്ണും മൂക്കില്ലാതെ ഓടുന്നത്? ലക്ഷണക്കേട്. എന്തിനങ്ങനെ തിരക്കും കൊതൂലും കാട്ടുന്നത്? മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ. അവിടെ വെക്ക്, ഞാൻ വാരിട്ടോളാം. പോയി വേറെ ചായ കൊണ്ടു കൊടുക്കും. നിങ്ങളിത് വലിയൊരു ആനക്കാരായിട്ട് എടുക്കല്ലേന്ന്. എന്താപ്പത്? 3-ാം ലോക മഹായുദ്ധത്തെ തുടങ്ങുക. ദീനിന്റെ വിധി അനുസരിച്ച് നാട്ടു നടപ്പുള്ള കാര്യല്ലേ. തമ്മിൽ ഒത്തുപോവില്ല എന്ന് വന്നാൽ അവരെ നന്നാക്കാൻ നോക്കുക.
എന്നിട്ടും നന്നാവുന്നില്ലെങ്കിൽ തലാക്ക് ചൊല്ലി പിരിയുന്നതിൽ തെറ്റില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പം ഇവിടെ എല്ലാവരും ഉണ്ട്, വേണ്ടപ്പെട്ട ആളുകളും നാട്ടുകാരന്മാരൊക്കെ ഉണ്ട്. സംഗതി നമുക്ക് സലാമത്താക്കാം. ഓനെ വിളിക്ക്. ആ അബ്ദു ഓടുവാ, നിങ്ങൾ പോയി ഇങ്ങോട്ട് വാടോ, ഇന്നത്തെ ഓടിക്കണം. പോയി മന്ത്രേ, ഇങ്ങോട്ട് വാ, ഞാൻ പിന്നെ വരാം. അനക്കാട്ട് പോയി അതൊക്കെ വാ. അല്ലോ, ക്ലാസ് പൊട്ടി ചോദിക്കാനാണോ പഠിച്ചോനെ? പൊട്ടേണ്ടത് പൊട്ടിപ്പോണം മോനെ. ചെല്ല്, ഈ ചെല്ല്. ഷക്കീല, ഷക്കീല, എന്റെ ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. അബ്ദുവിന് പറച്ചോനൊക്കെ ഇഷ്ടം എന്റെ ഷക്കീലാനെ. ഇക്കാക്കനോട് ഈ പറയില്ലേ ഷക്കീല, ഈ പറയില്ലേ? എന്റെ മകൾ ഷക്കീല എന്നവളെ അബ്ദു എന്നവർക്ക് കാൽപവൻ സ്വർണവള മഹറിന് പകരമായി ഇണയാക്കി തുണയാക്കി ഹലാലായ ഭാര്യയാക്കി അള്ളാഹുവിനെ മുൻനിർത്തി നിക്കാഹ് ചെയ്തു തരുന്നു. ഞാൻ സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. മൊഴി ചൊല്ലൂല. ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. ഇല്ല, ഞാൻ ഷക്കീലാനെ മൊഴി ചൊല്ലൂല. ഇല്ല, ഞാൻ ചൊല്ലൂല. പടച്ചോനെ ചൊല്ലൂല. ഞാൻ മൊഴി ചൊല്ലൂല. എന്റെ ഷക്കീലാനെ ഞാൻ മൊഴി ചൊല്ലൂല. പടച്ചോനെ ചൊല്ലൂല. പടച്ചോനെ മൊഴി ചൊല്ലൂല. ചൊല്ലൂല. أشهد أن محمدا رسول الله أيها السلام أيها السلام أيها الفلاح أيها الفلاح الصلاة خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله
അള്ളാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയാണ്. ഇത്രയും കാലം അദ്ദൂനെ നിങ്ങൾ തീറ്റിപ്പോറ്റിട്ട് ഓ നിങ്ങളോട് പോക്കിരുത്തല്ലേ കാണിച്ചേ, എന്നിട്ടും നിങ്ങൾ ക്ഷമിച്ചില്ലേ? അപ്പൊ ശറകനും ശരിയാത്തിനെതിരായിട്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റിപ്പോയടോ, പറഞ്ഞാ അനുസരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു പോയി. സാരല്ല, കുട്ടിമൂസന്റെ തടിമല് റൂഹുള്ള കാലത്തോളം ഇങ്ങളെ ആര് മാനം കെടുത്താലും ശരി, ഇങ്ങളെ മാനം ഞാൻ കാക്കും. ഷക്കീലാനെ നിക്കാഹ് ഇതാക്കാൻ പറ്റിയൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഈ ഹലാക്കിന്ന് തലയൊന്നും ഊരാതെ വെറുതെ അത് ഇതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ പരിഹാരം ഉണ്ടെന്ന്. അല്ലെന്ത് ഒരടി തള്ളണം. ശരി, അന്റെ ഈ ഗുദാമിലേക്കൊന്ന് എത്തണമെങ്കിൽ എന്റെ അല്ലോ മെമ്പറെ അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിട്ട് ആളെ പറഞ്ഞയച്ചത്. വന്ന് കാണാൻ ഒരു ഒഴിവ് കിട്ടണ്ട എന്റെ റഫീഖെ. ഫക്രുദ്ദീൻ ഹാജി വിവരമൊന്നും അറിയിച്ചില്ല. അതെ, മൊയ്തീൻ ഹാജി ആയിരുന്നു ഫക്രുദ്ദീൻ ഹാജിന്റെ ഭൂമി വാങ്ങാൻ നേറ്റിയിരുന്നത്. ശരി, പറയുമ്പോ നമ്മൾ രണ്ടു ഭാഗം ചിന്തിക്കണല്ലോ. അത് നടന്നെങ്കിലേ അനക്ക് തരാൻ സ്വർണ്ണം കൊണ്ടൊക്കെ അയാൾക്ക് തരാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ ഒരു 5-6 വർഷം മുടങ്ങി കിടക്കുക. ഈ തിരക്കൂട്ടുന്നതേ പെണ്ണ് കെട്ടാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല, കാശിന് വേണ്ടി തന്നെ. അതിപ്പോ ഈ പറയണോ? അന്റെ വാപ്പക്ക് പെണ്ണടിച്ച മനുഷ്യനാണ് ഞാന്. അയാളെ മോനല്ല ഈ. 6 മുളത്തിന്റെ നേർപകുതിയാണ് 3 മുളം എന്നുള്ളത് എല്ലാവർക്കും അറിഞ്ഞൂടെ? മൊയ്തീൻ കോയ ഹാജിക്കാണെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത 100 കൂട്ടം പ്രശ്നങ്ങളാണ് തലയിൽ. അയാൾക്ക് ഇപ്പൊ സ്വത്തും വേണ്ട മുതലും വേണ്ട. അതിനിപ്പോ എന്താ എന്നോട് പറയാ? ഈ കുളത്തിച്ചാടി എരിന്റെ മാതിരിയാ. എന്തു പറ്റി? മൂപ്പര മൂത്ത മൂക്കും വേണം തെല്ല് വെക്ക ഒരു കല്യാണം നടക്കുക. അതിനെങ്ങനെ? ഏതൂരൊരു ബാധ എന്ന് പറഞ്ഞ മാതിരി ആ പൊട്ടനത്തൂന്റെ കെട്ടുകളെന്നല്ലേ പേര്. എടുത്താ തീരാത്ത കാശുണ്ടല്ലോ കയ്യില്. പെണ്ണാണെങ്കിൽ ആദ്യ സുന്ദരി, ആരെ വേണമെങ്കിലും കിട്ടും. എന്തേ ഈ കെട്ടണോ? ഇണകളെ വേർപെടുത്താൻ അള്ളാഹു ആഗ്രഹിക്കുന്നവനല്ല. എന്നാൽ ഒരുവളെ തൃപ്തിപ്പെടുത്താനോ സംരക്ഷിക്കാനോ സാധിക്കാത്ത ഒരുത്തന്റെ കൂടെ ഭാര്യയായി കഴിയണമെന്ന് സ്ത്രീയെ ഇസ്ലാം നിർബന്ധിക്കുന്നുമില്ല. ഖത്തീബിനറിയാലോ, മൊഴി ചൊല്ലി ഒഴിയാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. 6-7 കൊല്ലായിട്ടിന്റെ കുട്ടി കഷ്ടപ്പെടുക. ഭാര്യ ഭർത്താക്കന്മാർ യോജിച്ചു പോവുകയില്ലെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും മോചനം ആവശ്യമാകുകയും ചെയ്യുമ്പോൾ ഭർത്താവ് നൽകിയ മഹർ പ്രതിഫലമായി തിരിച്ചു നൽകിക്കൊണ്ട് ഭാര്യയ്ക്ക് അവനെ വിവാഹമോചനം ചെയ്യാം. ഹുൽഖ് എന്ന ഈ സമ്പ്രദായത്തെക്കുറിച്ച് നബി തിരുമേനി ഇപ്രകാരം പറയുന്നു: സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് തന്റെ ഭർത്താവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: നബിയെ, മതവിഷയത്തിലോ സ്വഭാവത്തിലോ എനിക്ക് വെറുപ്പൊന്നുമില്ല എന്റെ ഭർത്താവിനോട്. പക്ഷേ അദ്ദേഹത്തിന്റെ ചില ശാരീരിക വൈകല്യങ്ങൾ കാരണം എനിക്ക് ഭർത്താവ് ഒന്നിച്ച് കഴിഞ്ഞുകൂടാൻ സാധ്യമല്ല എന്ന്. അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീയോട് നബി തിരുമേനി പറഞ്ഞു: സാബിത്ത് ബിൻ ഖൈസ് നിങ്ങൾക്ക് മഹറായി തന്ന തോട്ടം തിരിച്ചു നൽകി നിങ്ങൾക്ക് അയാളിൽ നിന്ന് വിവാഹമോചനം നേടാവുന്നതാണ്. എന്നാൽ തക്കതായ കാരണം കൂടാതെ ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഒരു ഹദീസിൽ നബി പറഞ്ഞതും മറക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു സ്ത്രീ തക്കതായ കാരണം കൂടാതെ അവളുടെ ഭർത്താവിനോട് ത്വലാഖിനാവശ്യപ്പെട്ടാൽ അവളുടെ മേൽ സ്വർഗത്തിന്റെ വാസന പോലും ഹറാമാകുന്നതാണ്. വേഗം ചെയ്ത് ബഹുമാനപ്പെട്ട പള്ളി ഖത്തീബ് മഹൽ അധികാരികൾക്ക്, പള്ളിക്കൽ തൊടി മൊയ്തീൻ കോയ ഹാജി മകൾ ഷക്കീല എന്ന എന്റെ ഭർത്താവ് അബ്ദു എന്നവർ കൊല്ലങ്ങളായി എന്നോട് മാനസികമോ ശാരീരികമോ ആയ യാതൊരു ബന്ധവും പുലർത്തി പോരാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായി തുടർന്നു പോകാൻ സാധിക്കാത്തതിനാൽ ത്വലാഖിന് ആവശ്യപ്പെട്ടെങ്കിലും എന്നെ പിരിച്ചയക്കാത്തതുകൊണ്ട് അദ്ദേഹം എനിക്ക് മഹറായി തന്ന 4 പവൻ സ്വർണ്ണവള തിരിച്ചു നൽകി
ഞാൻ അദ്ദേഹത്തെ ഫസഖ് ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ആ അതു മോനെ, ദീന്റെ വിധി അനുസരിച്ച് അനക്കുള്ള കറന്താന്ന് വീട്ടിലല്ല, ഈ നന്നാകാൻ വേണ്ടി മൂപ്പർ എനിക്ക് തരുന്നതാ. എന്നാ കുടിക്കും മോനെ, വാങ്ങ്.